തന്തുക്കളായ പ്രധാനപ്പെട്ട ബാക്ടീരിയകൾ ഏതൊക്കെയായിരുന്നു? തന്തുക്കൾ മീൻസ് ഫിലമെന്റസ് ആയിട്ടുള്ള. ഹരിതയുടെ മൈക്ക് വീണ്ടും പോയി. ആതിര പറഞ്ഞേ. സൈനോബാക്ടീരിയ, ഓസിലേറ്റോറിയ ഒക്കെ ഫിലമെന്റസ് ആയിട്ടുള്ള. അത് വരുന്ന ഗ്രൂപ്പ് സൈനോബാക്ടീരിയ. പിന്നെ അതിൽ ഫിലമെന്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തന്തുക്കളായിട്ടുള്ള ബാക്ടീരിയ ഏതൊക്കെയാണ് പഠിച്ചത്? ഓസിലേറ്റോറിയ നമ്മൾ ഓസിലേറ്റോറിയം പഠിച്ചു. പിന്നെ അത് പഠിച്ചു. ഓസിലേറ്റോറിയം മാത്രമേ ഫിലമെന്റസ് ആയിട്ടുള്ളത് പഠിച്ചോളാം. എന്താണ്? നോസ്റ്റോക്ക്. സ്പൈറുലിന ഫിലമെന്റസ് ആണോ? സ്പൈറുലിന എന്ന് പറയുന്ന ബാക്ടീരിയ ഫിലമെന്റസ് ആണോ? തന്തുക്കൾ പോലെയുള്ള ബാക്ടീരിയ ആണോ? ഫ്രീ ഫ്ലോട്ടിംഗ് അല്ലേ? സ്വതന്ത്രമായി ചലിക്കുന്ന, സ്വതന്ത്രമായിട്ട് പൊങ്ങിക്കിടക്കുന്ന. അവയ്ക്ക് നൈട്രജൻ സ്ഥിരീകരണത്തിന് കഴിവുണ്ടോ? ഇല്ല. സ്പൈറുലിന നോൺ നൈട്രോജൻ ഫിക്സേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇത് കൂടാതെ പോക്കളരുത്, മൈക്ക് ഓഫ് ആക്കരുത്. ബോർഡ് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ മറ്റുള്ളവർ കൂടെ എഴുതിക്കൊള്ളണം. ഈ ഞാൻ ഇന്നലെ പറഞ്ഞൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് കൂടാതെ ഞാനൊരു ക്വസ്റ്റ്യനിൽ ഇന്നലെ റെഫർ ചെയ്തപ്പോൾ കണ്ടതല്ല, ഞാൻ പറയാൻ വിട്ടതും കൂടെയാണ്. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ അനബീന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനബീന എന്ന് പറയുന്ന ബാക്ടീരിയ നമുക്കറിയാം അല്ലേ? അനബീന എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ അനബീന അറിയാലോ അല്ലെ? അനബീന എന്ന് പറയുന്ന ഒരു സൈനോ ബാക്ടീരിയമാണ്. അതുപോലെ തന്നെ മറ്റേ സ്കൈറ്റോനിമ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. സ്കൈറ്റോനിമ എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു സൈനോ ബാക്ടീരിയയാണ്. അതുപോലെ തന്നെ ടോളിപ്പോത്രിക്സ് എന്ന് പറയുന്നത് ടോളിപ്പോത്രിക്സ് അതായത് നമ്മൾ പഠിച്ച നോസ്റ്റോക്കിനെയും അതുപോലെ തന്നെ ഓസിലേറ്റോറിയെയും സ്പൈറലിനെയും കൂടാതെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ഉള്ള ആൾക്കാരാണ് അനബീന, സ്കൈറ്റോനിമ, അതുപോലെ തന്നെ ടോളിപ്പോത്രിക്സ്. ഓപ്ഷനിൽ കണ്ട പേരുകളാണ് ഞാൻ ഇരുന്നത്. ടോളിപ്പോത്രിക്സ്. ഓക്കെ. അപ്പം ഈ അനബീനയ്ക്കും നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ട്. സ്കൈറ്റോനിമയും നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നുണ്ട്. ടോളിപ്പോത്രിക്സും നൈട്രജൻ സ്ഥിരീകരണം നടത്തുവാൻ കഴിവുണ്ട്. ഓക്കെ, നൈട്രജൻ സ്ഥിരീകരണം നടത്താൻ. അപ്പം ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അടുത്ത ചോദ്യം ഞാൻ ആതിരോട് തന്നെ ചോദിക്കുകയാണ്. അതിലുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള സൈനോ ബാക്ടീരിയ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് ഈ സൈനോ ബാക്ടീരിയകൾക്ക്, അതായത് ഓസിലേറ്റോറിയ, നോസ്റ്റോക്ക്, ഇപ്പൊ ഞാൻ എഴുതുന്ന അനബീന, സ്കൈറ്റോനിമ, ടോളിപ്പോത്രിക്സ്, ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് നൈട്രജൻ സ്ഥിരീകരണം നടത്തുവാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ സ്വതന്ത്ര നൈട്രജനെ ഭൂമിയിലെ നൈട്രൈറ്റുകളാക്കി മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറയും. അങ്ങനെ കഴിവ് വരാൻ കാരണം, എന്നാൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പൈറൂലിന എന്ന് പറയുന്ന ബാക്ടീരിയ, സ്പൈറൂലിനയ്ക്ക് നൈട്രജൻ സ്ഥിരീകരണം നടത്തുവാനുള്ള കഴിവില്ല എന്ന് നമ്മൾ പറഞ്ഞു. നോൺ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് സ്പൈറൂലിന. ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് സ്പൈറൂലിന എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ നൈട്രജൻ സ്ഥിരീകരണം നടത്തുവാൻ കഴിവുള്ള ഈ ബാക്ടീരിയകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേക സവിശേഷ സ്ട്രക്ചർ, ഒരു സവിശേഷ ഘടനയുണ്ടായിരുന്നു. ആ ഘടന വെച്ചിട്ടാണ്, ഈ സവിശേഷ ഘടന സ്ട്രക്ചർ വെച്ചിട്ടാണ് അവ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. ആ ഘടനയുടെ പേരെന്തായിരുന്നു? വെരി ഗുഡ്. ആണോ? സംശയമാണോ? ഹെട്രോസിസ്റ്റ് ആണ് അല്ലേ? അപ്പൊ നമ്മളത് പഠിച്ചു. ഓക്കെ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സയനോ ബാക്ടീരിയയിൽ നൈട്രജൻ സ്ഥിരീകരണം നടക്കുന്ന സ്ഥലം, പ്ലേസ് ഏത്? പ്ലേസ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ഇൻ സയനോ ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഉത്തരം ഹെട്രോസിസ്റ്റ് ആണ്. അല്ലെങ്കിൽ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുക, സ്പൈറൂലിനയിൽ ഹെട്രോസിസ്റ്റ് കാണപ്പെടുന്നു. ശരിയോ തെറ്റോ? സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? സ്പൈറൂലിനയിൽ ഹെട്രോസിസ്റ്റ് കാണപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അതിലെ തെറ്റാണ്. ഓക്കെ. അടുത്ത നെക്സ്റ്റ് അശ്വതി ഗിരീഷ്. ഓക്കെ. അപ്പൊ നമ്മളിന്നലെ യു ബാക്ടീരിയയെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്ക്, അതിൽ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയയെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ കെൽപ്പ് ഫോറസ്റ്റ് എന്നുള്ളൊരു ടേം പഠിച്ചു. കെൽപ്പ് ഫോറസ്റ്റ് എന്താണ്? കെൽപ്പ് ഫോറസ്റ്റ് എന്തിനാണ് നമ്മൾ പഠിച്ചത്? കെൽപ്പ് ഫോറസ്റ്റ് മാക്രോസ്കോപ്പിക് ബ്ലൂംസിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. ഓക്കെ. അപ്പൊ കെൽപ്പ് എന്ന് പറയുന്ന ഒരു മാക്രോസ്കോപ്പിക് ബ്ലൂംസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ജുംനയല്ലേ? ജുംന എന്നല്ലേ പേര് പറ? ജുംനയാണല്ലോ. നജ്മ എന്നല്ലേ? നജ്മയാണോ ജുനൈനയാണോ? ജുനൈന മൈക്കോണോ? ഓക്കെ. ജുനൈന. എന്താണ് വാട്ട് ഈസ് ജൈവാവർദ്ധനം? എന്താണ് ജൈവാവർദ്ധനം? യൂട്രോഫിക്കേഷൻ. അതാ എന്താണെന്ന് ചോദിച്ചത്. വാട്ട് ഈസ്? വാട്ടറിലൊക്കെ കൂടുതൽ ന്യൂട്രിയൻസിന്റെ അളവ് കൂടിയിട്ട് കൂടുതൽ എങ്ങനെ ന്യൂട്രിയൻസിന്റെ അളവ് കൂടുന്നത്? ന്യൂട്രിയൻസ് നമ്മളിപ്പോ ഇൻഡസ്ട്രിയൽ സോഴ്സ് നിന്നും അങ്ങനെ പല സോഴ്സ് നിന്നും അഗ്രികൾച്ചറൽ റിസോഴ്സ് നിന്നൊക്കെ ന്യൂട്രിയൻസ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെത്തും. അപ്പൊ ആ സമയത്ത് ഈ ആൽഗേസ് കൂടുതലായിട്ട് വളരും. അപ്പൊ അത് മറ്റു ജീവികൾക്ക് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അതിനാണ് വിളിക്കുന്നത് ജൈവാവർദ്ധനം എന്ന് പറയുന്നത് അല്ലേ? ഈ ജൈവാവർദ്ധനം മൂലം തീർന്നില്ല ജുനൈന. ഈ ജൈവാവർദ്ധനം മൂലം അല്ലെങ്കിൽ യൂട്രോഫിക്കേഷൻ മൂലം ഈ ബ്ലൂമുകൾ കൂടിയിട്ട്
ജല ബ്ലൂമുകൾ കൂടിയതിനു ശേഷം ആ ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലുള്ള, അത് എന്ത് തരത്തിലുള്ള അക്വാട്ടിക് ഇക്കോസിസ്റ്റം ആയിക്കോട്ടെ, ഈവൻ റിവർ ആവാം, അല്ലെങ്കിൽ പോണ്ടാവാം, അല്ലെങ്കിൽ ഓഷൻ ആവാം, എന്തും ആവാം, ഓക്കെ ആയിക്കോട്ടെ, അവിടെ ഉള്ള ആ ഇക്കോസിസ്റ്റത്തിലുള്ള അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലുള്ള ആ ജല ആവാസ വ്യവസ്ഥയിലുള്ള അനിമൽസിനെ, ജലജീവികളെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇക്കോളജിക്കലായിട്ട് നശിപ്പിക്കുകയും അവരുടെ ഇക്കോളജി തന്നെ, അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു ജല ആവാസ വ്യവസ്ഥയിലെ ജീവികളെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നുകിൽ ആ ജല ആവാസ വ്യവസ്ഥയിലെ ജീവികളെ മൊത്തത്തിൽ, സസ്യങ്ങളെയും ജന്തുക്കളെയും മൊത്തത്തിൽ പരിക്കേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഇക്കോളജിയെ തന്നെ, ആ ആവാസ വ്യവസ്ഥയെ തന്നെ പൂർണ്ണമായിട്ടും പരിക്കേൽപ്പിക്കുന്നു. അപ്പൊ എല്ലാവരും വരും അവിടെയുള്ള ആ അക്വാട്ടിക്, അതിനെ നമ്മളൊരു പേരിൽ വിളിച്ചു. അങ്ങനെ നശിപ്പിക്കുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമ്മളൊരു പേര് വിളിച്ചു. എന്തായിരുന്നു? ഏജിങ് ഓഫ് ഗ്ലൈക്കോൺ, സെനിസൻസ്. അല്ലല്ലോ. ഏജിങ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഏജിങ് എന്ന് പറയുന്നതാണ് ലേക്കിന് സംഭവിക്കുന്ന, നദികൾക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ജല ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഏജിങ്ങിനെ നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി, അല്ലേ? ബൈ ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ, ന്യൂട്രിയൻസ് കൂടുന്നത്, അതിനാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മുടെ നാച്ചുറൽ ഏജിങ്. ഇങ്ങനെയുള്ള ഏജിങ് ഇങ്ങനെ ഉണ്ടാകുന്ന ഏജിങ് ഒന്നുകിൽ ആ ജല ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിലുള്ള അനിമൽസിനെ പരിക്കേൽപ്പിക്കുന്നു. അതിനെ ആ ഒരു രീതി, ആ പ്രോസസ്സിനെ നമ്മൾ പേര് വിളിച്ചു. എന്ത് വിളിച്ചു? ഇന്നലെ ക്ലാസ്സിലായിരുന്നോ? ഇന്ന് പഠിക്കാനുള്ളത് ആർക്കേ ബാക്ടീരിയ. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് വിശദമായിട്ട് പറഞ്ഞു പോകുന്നത്. ഒരു ചോദ്യം കയറി ചോദിച്ചിട്ടുണ്ട്, ഇനി അവിടെ നിന്ന് ചോദിക്കണമെന്നില്ല. അപ്പം ആ ഏരിയാസ് PSC കവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ആർക്കേ ബാക്ടീരിയ എന്നോ ആർക്കി ബാക്ടീരിയ എന്നൊക്കെ നമ്മൾ വിളിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, ആർക്കേ ബാക്ടീരിയ എന്ന് പറയുന്നത് ഏൻഷ്യൻ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്, അല്ലേ? അതായത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള, അല്ലേ, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഓൾഡസ്റ്റ് ഫോം ഓഫ് എർത്ത് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓൾഡസ്റ്റ് ഫോം ഓഫ് എർത്ത്, അല്ലേ? വളരെ പ്രാചീനമായിട്ടുള്ള, വളരെ പണ്ട് കാലങ്ങളിൽ വസിച്ചിരുന്ന, കമ്പയർ ടു യു ബാക്ടീരിയ. യു ബാക്ടീരിയയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ പണ്ട് കാലത്തുണ്ടായിരുന്ന തരം ബാക്ടീരിയകളാണ് ആർക്കേ ബാക്ടീരിയ എന്ന് പറയുന്നത്. കുറച്ചുകൂടി നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കേ ബാക്ടീരിയാസ് ആർ ആൻ ഏൻഷ്യന്റ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ grown in or living in extreme environmental conditions, അല്ലേ? അതായത് വളരെ കഠിന സാഹചര്യങ്ങളിൽ വളരെ പണ്ടുകാലം മുതലേ ജീവിച്ചിരുന്ന ബാക്ടീരിയകളെയാണ് എന്ത് പറയുന്നത്? ആർക്കേ ബാക്ടീരിയ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ മുമ്പ് പഠിച്ചു, അല്ലേ? ഈ ആർക്കേ ബാക്ടീരിയയുടെ കോശഭിത്തി എടുത്തു കഴിഞ്ഞാൽ അവിടെ പോളിസാക്കറൈഡുകളും മാംസ്യങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും, അതുപോലെ തന്നെ ഈ ആർക്കേ ബാക്ടീരിയ, പ്രിമിറ്റീവ് ആയിട്ടുള്ള ആർക്കേ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ആർക്കേ ബാക്ടീരിയയുടെ സാധാരണ കോമൺ ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്ന യു ബാക്ടീരിയയുടെ കോശഭിത്തി എടുത്തു കഴിഞ്ഞാൽ ആ കോശഭിത്തിയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മെറ്റീരിയൽ ആണ്, വസ്തുവാണ് ഏതെന്ന് പറയുന്നത് അതിന്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഒരു യു ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോശഭിത്തി പെപ്റ്റിഡോഗ്ലൈക്കാൻ ആണ്, അല്ലെ? പെപ്റ്റിഡോഗ്ലൈക്കാൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് മൈക്രോബയോളജിയുടെ കടന്നു വരുന്നേ ഉള്ളൂ, പെപ്റ്റിഡോഗ്ലൈക്കാനെ കുറിച്ചൊക്കെ. പക്ഷേ ഈ ആർക്കേ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ കേൾക്കുമ്പോൾ അറിയാം, ആർക്കേ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ആർക്കേ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് ബാക്ടീരിയ ആണ്. വളരെ പ്രാചീന കാലത്തിൽ ഉണ്ടായിരുന്ന, വളരെ പണ്ട് കാലത്തുണ്ടായിരുന്ന, ഭൂമിയിൽ അധിവസിച്ചിരുന്ന, ഭൂമിയിലെ അതികഠിനമായ സാഹചര്യങ്ങളിൽ നമ്മൾ എവല്യൂഷനിൽ കണ്ടിട്ടുണ്ട്, അതികഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളിൽ വസിച്ചിരുന്ന ബാക്ടീരിയകളാണ് ആർക്കേ ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ആർക്കേ ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ എന്തില്ല? കോശഭിത്തിയിൽ എന്ത് ആബ്സെന്റ് ആണ്? കോശഭിത്തിയിൽ മറ്റ് യു ബാക്ടീരിയകളെ പോലെ, യഥാർത്ഥ ബാക്ടീരിയകളെ പോലെ കാണപ്പെടുന്നില്ല? പെപ്റ്റൈഡോഗ്ലൈക്കാൻ ലെയർ എന്ന് പറയുന്ന ലെയർ കാണപ്പെടുന്നില്ല. പെപ്റ്റൈഡോഗ്ലൈക്കാൻ ഇല്ല. അതായത് സാധാരണ
സാധാരണ ഒരു ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ യു ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്, യു ബാക്ടീരിയ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, യു ബാക്ടീരിയ അല്ലെങ്കിൽ സാധാരണ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഈ സാധാരണ ബാക്ടീരിയയുടെ കോശഭിത്തി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, സാധാരണ ബാക്ടീരിയയുടെ കോശഭിത്തി പരിശോധിക്കുമ്പോഴത്തേക്ക് ആ കോശഭിത്തിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രധാന വസ്തുവുണ്ട്. അതാണ് എന്ന് പറയുന്നത് പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത്. അതായത് സാധാരണ ഒരു ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ആ ബാക്ടീരിയയുടെ കോശഭിത്തിക്ക്, ദിസ് ഈസ് ദ സെൽ വാൾ ഓഫ് ദ കോമൺ ബാക്ടീരിയ, യു ബാക്ടീരിയ, ഒന്നാമത്തെ കോശഭിത്തി, ദിസ് ഈസ് എ സെൽ വാൾ, ഇത് കോശഭിത്തി. ഈ കോശഭിത്തി എടുത്തു കഴിഞ്ഞാൽ ആ കോശഭിത്തിക്ക് 2 പാളികൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള 2 പാളികളായിട്ടാണ് കോശഭിത്തി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള 2 പാളികളായിട്ടാണ് കോശഭിത്തി ഇരിക്കുന്നത്. നമ്മൾ മൈക്രോബയോളജി ഡീറ്റെയിലിംഗ് ആയിട്ട് അവിടെ പഠിക്കും, അതിന്റെ ബയോകെമിസ്ട്രി ഉൾപ്പെടെ പഠിക്കും. നമ്മൾ മൈക്രോബയോളജിയിലും സെൽ ബയോളജിയിലും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോശഭിത്തിയിൽ 2 ലെയറുകൾ കാണപ്പെടുന്നു. അതിൽ ഏറ്റവും പുറമേ ഉള്ളത് ഈ പാളി എന്ന് പറയുന്നത്, ഇത് ഒരു എന്താ പറയാ, ലിപ്പോ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ലിപ്പിഡും പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച, അല്ലെങ്കിൽ ലിപ്പോ പോളിസാക്കറൈഡ്, അങ്ങനെയാണ് വിളിക്കുന്നത്, ലിപ്പോ പോളിസാക്കറൈഡുകൾ, അല്ലെങ്കിൽ ലിപ്പോ പോളിസാക്കറൈഡ് കൊണ്ട് നിർമ്മിച്ച പുറംപാളി, ഔട്ടർ ലെയർ, അല്ലെങ്കിൽ ലിപ്പോ പ്രോട്ടീൻ. ഓക്കെ, അതായത് ലിപ്പിഡും പ്രോട്ടീനും കൊണ്ട് നിർമ്മിച്ച ലിപ്പോ പ്രോട്ടീൻ. ഓക്കെ, ലിപ്പോ പ്രോട്ടീൻ ലെയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ലിപ്പോ പ്രോട്ടീൻ ലെയേഴ്സ്, ലിപ്പിഡും പ്രോട്ടീൻ, ലിപ്പോ പ്രോട്ടീൻ. ആ ലിപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ ലിപ്പോ പോളിസാക്കറൈഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുറംപാളിയും അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി അകത്തെ പാളി, ഈ പാളി എന്ന് പറയുന്നത്, അകത്തെ പാളി എന്ന് പറയുന്നത് സ്റ്റാർച്ച്, അന്നജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ആണ്. അന്നജത്തിന്റെയും അതുപോലെ തന്നെ പ്രോട്ടീനിന്റെയും, മാംസ്യം, അന്നജവും മാംസ്യവും. ഇവിടെയാണെങ്കിൽ ലിപ്പിഡ് ആൻഡ് ഇവിടെയാണെങ്കിൽ ലിപ്പിഡ്, കൊഴുപ്പും, പുറമേ ആണെങ്കിൽ കൊഴുപ്പ് പ്ലസ് മാംസ്യം. പുറത്തെ പാളി കൊഴുപ്പും മാംസ്യവും കൊണ്ടാണ്. അകത്തെ പാളിയാണെങ്കിൽ അന്നജവും സ്റ്റാർച്ചും അതുപോലെ തന്നെ മാംസ്യവും, മാംസ്യവും. ഓക്കെ, അതായത് ഉള്ളിലുള്ള പാളി ഈ സ്റ്റാർച്ചിന്റെയും അന്നജത്തിന്റെയും മാംസ്യത്തിന്റെയും ഒരു സങ്കരം. അത് നമ്മൾ വിളിക്കുന്നത് മ്യൂറിൻ എന്നൊക്കെയാണ്. അതിനെ കോമൺലി നമ്മൾ കോമൺ ആയിട്ട് വിളിക്കും മ്യൂറിൻ എന്ന് വിളിക്കും. മ്യൂറൈൻ. ആ പാളിയെ വിളിക്കുന്നത്, ഈ പാളിയെ വിളിക്കുന്ന പേരാണ് മ്യൂറൈൻ എന്ന് വിളിക്കുന്നത്. മ്യൂറിൻ എന്നോ വിളിക്കും. മ്യൂറൈൻ അല്ലെങ്കിൽ മലയാളി ഇരിക്കുമ്പോഴാണ്, ഇംഗ്ലീഷിൽ മ്യൂറിൻ നമ്മൾ എഴുതും, MURIN, മ്യൂറിൻ, അല്ലെങ്കിൽ മ്യൂറിൻ. ഈ 2 പേരിൽ നിങ്ങൾ ഇത് രണ്ടും കേട്ടിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത, അല്ലെ? മ്യൂറൈൻ അല്ലെങ്കിൽ മ്യൂറിൻ. അപ്പൊ മ്യൂറൈൻ കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ മ്യൂറിൻ കൊണ്ട് നിർമ്മിച്ച ആന്തരപാളി മീൻസ്, ആ ആന്തരപാളിയിൽ മ്യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരാണ് കാണപ്പെടുന്നത്, മാംസ്യവും അന്നജവും, സ്റ്റാർച്ചും. ഓക്കെ, മാംസ്യവും സ്റ്റാർച്ചും കൊണ്ടാണ് ആ പാളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ പാളി എന്ന് വെച്ചാൽ കോശഭിത്തിയുടെ അകത്തെ ലെയർ, ഉള്ളിലുള്ള പാളി. അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്, ഈ ഉള്ളിലുള്ള പാളിയെ ആ അന്നജവും മാംസ്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മ്യൂറിൻ പാളിയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത്. പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മ്യൂറിൻ തന്നെയാണ് പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ. എന്ന് പറയുന്നത് പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ. അല്ലെങ്കിൽ വേറൊരു പേരിലും കൂടെ വിളിക്കാം, ചോദിക്കും പരീക്ഷയ്ക്ക് ചിലപ്പോൾ കാണും. മ്യൂറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂക്കോ പെപ്റ്റൈഡ്സുകൾ എന്നും വിളിക്കാം. മ്യൂക്കോ പെപ്റ്റൈഡ്. അപ്പം ആന്തരപാളി, ബാക്ടീരിയയുടെ കോശഭിത്തിയുടെ ആന്തരപാളി നിർമ്മിച്ചിരിക്കുന്നത് മ്യൂക്കോ പെപ്റ്റൈഡ് കൊണ്ടാണ്, അല്ലെങ്കിൽ മ്യൂറിൻ കൊണ്ടാണ്, അല്ലെങ്കിൽ മ്യൂറൈൻ കൊണ്ടാണ്, അല്ലെങ്കിൽ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ നിർമ്മിതമാണ്, അല്ലെങ്കിൽ അന്നജത്തിന്റെയും മാംസ്യത്തിന്റെയും സങ്കരമായ മ്യൂറിൻ കൊണ്ടാണ്, സങ്കരമായ പെപ്റ്റൈഡോ ഗ്ലൈക്കോൺ കൊണ്ടാണ്, സങ്കരമായ മ്യൂക്കോ പെപ്റ്റൈഡുകൾ കൊണ്ടാണ്. ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ അല്ലെങ്കിൽ ഈ മ്യൂറിൻ അല്ലെങ്കിൽ മ്യൂറൈൻ, ഇതെല്ലാം ഓറാണ്. ഓറിട്ട് പോയിക്കോളണം. ഓർ. ഓക്കെ, മ്യൂറൈൻ അല്ലെങ്കിൽ മ്യൂറിൻ അല്ലെങ്കിൽ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ അല്ലെങ്കിൽ മ്യൂക്കോ പെപ്റ്റൈഡ് അല്ലെങ്കിൽ അന്നജത്തിന്റെയും മാംസ്യത്തിന്റെയും സങ്കരം. ഓക്കെ,
ആ മ്യൂക്കോ പെപ്റ്റൈഡ്, ആ മ്യൂറിൻ, ആ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് ഒരുമിച്ച് മ്യൂക്കോ പെപ്റ്റൈഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മ്യൂറിൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണം ഇവിടെ മാംസ്യം ഉണ്ട്, അതായത് പ്രോട്ടീൻ, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നൈട്രജന്റെയും സംയുക്തമാണല്ലോ ആരെന്ന് പറയുന്നത് സോറി അല്ല ഒന്നും കൂടെ ഒരാൾ കൂടെ അല്ലേ, കാർബണും അല്ലേ, കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജന്റെയും സംയുക്തമാണ് എന്ന് പറയുന്നത് മാംസ്യം, പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിന്റെ കൂട്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനും മാത്രമുള്ള അന്നജം, സ്റ്റാർച്ചും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പം നൈട്രജൻ കോമ്പൗണ്ടും നൈട്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട്, അന്നജവും മാംസ്യവും രണ്ടും കൂടി ചേർന്നിട്ടാണ് മ്യൂറിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മ്യൂക്കോ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നൈട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയും ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മ്യൂറിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മ്യൂക്കോ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഇതൊരു അമിനോ ഷുഗറിന്റെ രണ്ട് പോളിമറുകളാണ്. ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് അമിനോ ഷുഗറിന്റെ, അതായത് അമിനോ മീൻസ് എൻ ഗ്രൂപ്പ്, NH ഗ്രൂപ്പ് അല്ലെ, എൻ ഗ്രൂപ്പ്, ആ അമിനോ ഷുഗറിന്റെ രണ്ട് പോളിമറുകൾ കൊണ്ടാണ് ആരെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ ആരെ നിർമ്മിച്ചിരിക്കുന്നത് പറയേ, ആരെ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പോളിമറുകളുണ്ട്. ആരെയാണ് രണ്ട് പോളിമറുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാന്, അല്ലെങ്കിൽ മ്യൂക്കോ പെപ്റ്റൈഡിനെ, അല്ലെങ്കിൽ മ്യൂറൈനെ. അപ്പൊ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്ന ലെയർ, ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് അമിനോ ഷുഗറിന്റെ രണ്ട് പോളിമറുകളാണ്. അങ്ങനെയുള്ള ആ അമിനോ ഷുഗറിന്റെ ആ രണ്ട് പോളിമറുകളാണ് ആരൊക്കെ എന്ന് പറയുന്നത്? ഒന്ന് നിങ്ങൾക്കറിയാം, നാഗ് എന്ന് നമ്മൾ വിളിക്കും. നാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാഗിന്റെ ഫുൾ ഫോം എന്താണ്? എൻ അസറ്റൈൽ ഗ്ലൂക്കാസമൈൻ. ഗ്ലൂക്കാസമൈൻ എന്നും. അതുപോലെ രണ്ടാമത്തെ പോളിമർ എന്ന് പറയുന്നത് നാമാണ്. NAM, നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. അപ്പൊ നാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ അസറ്റൈൽ ഗ്ലൂക്കാസമൈൻ. അടുത്തത് നാം എന്ന് പറയുന്നത് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. അപ്പൊ എൻ അസറ്റൈൽ ഗ്ലൂക്കാസമൈനും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും കൊണ്ടാണ് പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ നിർമ്മിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡോ ഗ്ലൈക്കാനിൽ കാണപ്പെടുന്ന പോളിമർ, അമിനോ ഷുഗറിന്റെ പോളിമറുകളാണ് നാഗും നാമും. മൈക്കങ്ങ് ഓഫ് ആയിക്കോണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്ട്രക്ചറുകള്, ഞാൻ ഈ പറഞ്ഞ രണ്ട് പാളികളുള്ള കോശഭിത്തി ഉള്ളതും ആ കോശഭിത്തിയില് ഇത്തരത്തിലുള്ള ലിപ്പോപോളിസാക്കറൈഡും അതുപോലെ തന്നെ പെപ്റ്റൈഡോ ഗ്ലൈക്കാനും കാണപ്പെടുന്നത് ആരിലാണ് കാണപ്പെടുന്നത്? അത് കാണപ്പെടുന്നത് എന്തോ ആരാ കാണപ്പെടുന്നത്? യു ബാക്ടീരിയയിലാണ്. എന്നാൽ ആർക്കി ബാക്ടീരിയയിൽ എന്തില്ല? പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ ആബ്സെന്റ് ആണ്. പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ ഇല്ല. ആർക്കെ ബാക്ടീരിയയുടെ കോശഭിത്തി എടുത്തു കഴിഞ്ഞാൽ അത് പ്രിമിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആർക്കെ ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ ഇല്ല. പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ കാണപ്പെടുന്നത് ആരുടെ കോശഭിത്തിയിലാണ്? യു ബാക്ടീരിയയുടെ, യഥാർത്ഥ ബാക്ടീരിയയുടെ, റിയൽ ബാക്ടീരിയയുടെ കോശഭിത്തിയിലാണ്. ഈക്കോളൈ പോലുള്ള ബാക്ടീരിയയുടെ കോശഭിത്തിയിലാണ്. അതിന്റെ കോശഭിത്തി എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാളികളായിട്ടാണ് സാധാരണ ബാക്ടീരിയയുടെ കോശഭിത്തി കാണപ്പെടുന്നത്. പുറമേ ഉള്ള പാളിയും അകമേ ഉള്ള പാളിയും, എക്സ്റ്റേണൽ ലെയറും ഇന്റേണൽ ലെയറും. അപ്പൊ അതിന്റെ പുറമേയുള്ള ഔട്ടർ ലെയർ, എക്സ്റ്റേണൽ ലെയർ, പുറമേയുള്ള പാളി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിപ്പോ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള നേച്ചറാണ്. അതായത് ലിപ്പോ പോളിസാക്കറൈഡ്, കൊഴുപ്പിന്റെയും മാംസ്യത്തിന്റെയും സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ലിപ്പോ പോളിസാക്കറൈഡ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു പാളിയാണ് പുറമേയുള്ള പാളി. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ, അകത്തെ പാളി നോക്കിക്കഴിഞ്ഞാൽ അകത്തെ പാളി അന്നജത്തിന്റെയും മാംസ്യത്തിന്റെയും സങ്കരമായിട്ടുള്ള മ്യൂറിൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മ്യൂറിനെ വിളിക്കുന്നത്, മ്യൂറിൻ എന്ന് പറയുന്നത് ഒരു മ്യൂക്കോ പെപ്റ്റൈഡ് ആണ്.
ഒരു മ്യൂക്കോ പെപ്റ്റൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ, ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്നത് ഒരു അമിനോ ഷുഗറിന്റെ 2 പോളിമറുകൾ കൊണ്ടാണ് ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാനെ നിർമ്മിച്ചിരിക്കുന്നത്. ആ 2 പോളിമറുകൾ എന്ന് പറയുന്നത് നാഗും നാമും ആണ്. എൻ അസറ്റൈൽ ഗ്ലൂക്കാസമൈനും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും എന്ന് പറയുന്നത്. അപ്പം സാധാരണ ബാക്ടീരിയയുടെ കോശഭിത്തിയുടെ ഘടനയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ആ സാധാരണ ബാക്ടീരിയ എടുക്കുമ്പോഴത്തേക്ക് ഞാനീ പറഞ്ഞു, സാധാരണ ഒരു ബാക്ടീരിയ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ തുടക്കത്തിൽ പറഞ്ഞു, അതായത് സയനോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ? സയനോ ബാക്ടീരിയ നെഗറ്റീവ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെന്ന്, സോറി, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. എന്നാൽ അതായത് നോസ്റ്റോക്കിനെ പോലെയുള്ള ബാക്ടീരിയകൾ. എന്നാൽ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടല്ലോ, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ. അപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളിലും സാധാരണയായിട്ട് അതിന്റെ കോശഭിത്തി ഈ രീതിയിലായിരിക്കും. ലിപ്പോപോളിസാക്കൈഡ് കൊണ്ടും പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ കൊണ്ടുമായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ആ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ അല്ലെങ്കിൽ മ്യൂക്കോ പെപ്റ്റൈഡിൽ 2 അമിനോ ഷുഗറിന്റെ 2 പോളിമറുകൾ ഉണ്ടായിരിക്കും, നാഗും നാമും. അപ്പൊ ഇത് പോസിറ്റീവിനും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലും കോമൺ ആയിരിക്കും. എന്നാൽ അവിടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറയുന്നത്, ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഈ പെപ്റ്റൈഡോ ഗ്ലൈക്കാന് പുറമെ ഒരു മോളിക്യൂൾസ് കൂടി ഇതിൽ കാണപ്പെടുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ പിന്നീട് അതിന്റെ സ്ട്രക്ചർ വരച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എവിടെയാണ് അത് കാണപ്പെടുന്നത്. അപ്പം ഗ്രാം നെഗറ്റീവിൽ ഈ പറഞ്ഞതുപോലെ നോർമലായിട്ട് പെപ്റ്റൈഡോ ഗ്ലൈക്കാനും ലിപ്പോപോളിസാക്കൈഡ് കാണപ്പെടും, ഗ്രാം പോസിറ്റീവിലും കാണപ്പെടും. എന്നാൽ ഗ്രാം പോസിറ്റീവിൽ എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടി ഉണ്ട്. അങ്ങനെ കാണപ്പെടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കാണപ്പെടുന്ന ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിൽ സാധാരണമായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് പോലെ അല്ലാതെ കാണപ്പെടുന്ന മറ്റൊരു അഡീഷണൽ മോളിക്യൂൾ ആണ് എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, തീക്കോയിക് ആസിഡ് അല്ലേ? ഇല്ലടെ, തീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ പറഞ്ഞു തരും. അപ്പൊ സ്ട്രക്ചറിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ. ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് മൈക്രോബയോളജിയിലും സെൽ ബയോളജിയിലും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കോശഭിത്തിയിൽ പെപ്റ്റൈഡോ ഗ്ലൈക്കാൻ ഇല്ലാത്ത, കോശഭിത്തിയിൽ തീക്കോയിക് ആസിഡ് ഇല്ലാത്ത തരത്തിലുള്ള ബാക്ടീരിയകളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത്. ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ആർക്കെ ബാക്ടീരിയകളെ പ്രധാനമായിട്ടും 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. 2 രീതിയിലാണ് നമ്മൾ വർഗീകരിക്കുന്നത്. അതായത് ആർക്കെ ബാക്ടീരിയാസിനെ 2 രീതിയിൽ വർഗീകരിക്കുന്നുണ്ട് പ്രധാനമായിട്ട്. ആർക്കി ബാക്ടീരിയയെ നമ്മൾ 2ആയി തരംതിരിക്കാം. 2 രീതിയിൽ തരംതിരിക്കാം ആർക്കി ബാക്ടീരിയ. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഹാലോഫൈൽസ്. ആരാണ്? ഹാലോഫൈൽസ് എന്ന്. ഒന്നാമത്തത് ഹാലോഫൈൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അസിഡോഫൈൽസ്. തെർമോഅസിഡോഫൈൽസ്. അപ്പം ഇങ്ങനെ 2 രീതിയിൽ 2 തരത്തിലുള്ള ബാക്ടീരിയകളായിട്ട്, 2 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ആർക്കി ബാക്ടീരിയ തരംതിരിക്കുന്നുണ്ട്. ഹാലോഫൈൽസ് എന്നും തെർമോ അസിഡോഫൈൽസ് എന്നും. ഇതിന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് തെർമോ അസിഡോഫൈൽസിന്റെ എക്സാമ്പിളോ ഹാലോഫൈൽസിന്റെ എക്സാമ്പിളോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ജനറൽ ക്യാരക്ടേഴ്സോ ഫീച്ചേഴ്സോ ആയിരിക്കും നമ്മളോട് ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതും കൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ആർക്കി ബാക്ടീരിയ ജീവിക്കുന്നത് അതികഠിനമായ സാഹചര്യത്തിലാണ്. ആര് ജീവിക്കുന്നത്? ആർക്കി ബാക്ടീരിയ ജീവിക്കുന്നത് അതികഠിനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പ്രാചീന
ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയകളാണ് ഈ ആർക്കി ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഈ ആർക്കി ബാക്ടീരിയയിൽ കോശഭിത്തിയിൽ പോളിസാക്രൈഡും പ്രോട്ടീനും ഉണ്ട്, മാംസ്യം ഉണ്ട്. എന്നാൽ കോശഭിത്തിയിൽ എന്തില്ല? പെപ്റ്റൈഡോഗ്ലൈക്കാൻ ആബ്സെന്റ് ആണ്, ഇല്ല. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഈ അതികഠിനമായ സാഹചര്യത്തിൽ ജീവിക്കൂ എന്ന് പറയുമ്പോൾ, ഈ അതികഠിനമായ സാഹചര്യത്തിൽ ജീവിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞു കോശഭിത്തിയിൽ പെപ്റ്റൈഡോഗ്ലൈക്കാൻ ഇല്ല. നാഗും നാമു എന്ന് പറയുന്ന പോളിമറുകളെന്നും അമിനോ ഷുഗർ പോളിമറുകളെന്നും അവിടെ കാണപ്പെടുന്നില്ല. പിന്നെ എങ്ങനെ അത് ജീവിക്കും? വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിൽ. എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ, അതികഠിനമായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹോട്ട് സ്പ്രിങ്സ്, പിന്നെ ഏതാണ്ട് എക്സ്ട്രീംസ് ആയിട്ടുള്ളത് വളരെ അതിയായിട്ടുള്ള ഉപ്പ് അല്ലെ, വെരി സാൾട്ടി ആയിട്ടുള്ള ഏരിയാസ് അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഉപ്പുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അമ്ലത്വം കൂടിയ സ്ഥലങ്ങൾ, അമ്ലത്വം ആസിഡ് കണ്ടന്റ് അല്ലെ, അസിഡിക് എൻവയോൺമെന്റ് അല്ലെ, അമ്ലത്വം കൂടിയത് അല്ലെ, അതിയായിട്ടുള്ള അമ്ലത്വം, അസിഡിക് നേച്ചർ അല്ലെ, അല്ലെങ്കിൽ അസിഡിക് എൻവയോൺമെന്റ്, അസിഡിക് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ മറ്റുള്ള ഹാർഷി എൻവയോൺമെന്റൽ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ട് ഹാർഷി ആയിട്ടുള്ള അതികഠിനമായ സാഹചര്യം അല്ലെ. അതായത് ഹോട്ട് സ്പ്രിങ്സിലും ഭയങ്കരമായിട്ടുള്ള ഉപ്പ് രസമുള്ള സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ടുള്ള അമ്ലത്വം ആസിഡിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളിലും ഒക്കെ, ചതുപ്പായ പ്രദേശങ്ങളിലൊക്കെ ഹാർഷി ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ് ഈ ആർക്കി ബാക്ടീരിയ. അതാണ് അതികഠിനമായ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ ഈ അതികഠിനമായ സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് ചേർത്ത്, അതായത് ഈ ആർക്കി ബാക്ടീരിയകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാലോഫൈൽസ് ആൻഡ് തെർമോ അസിഡോഫിൽസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഈ ആർക്കി ബാക്ടീരിയകളുടെ ഒരുമിച്ച് ചേർത്ത് ഒരു പേരിൽ വിളിക്കും. എന്താണ്ട്? എക്സ്ട്രീമോഫില്. എന്താണ്ട്? കേട്ടിട്ടുണ്ടോ? എക്സ്ട്രീമോഫിൽസ് കേട്ടിട്ടുണ്ടോ? എക്സ്ട്രീമോഫിൽസ്. അപ്പം ആരാണ് എക്സ്ട്രീമോഫിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് എക്സ്ട്രീമോഫിൽസ് എന്ന് പറയുന്നത്? എക്സ്ട്രീമോഫിൽസ് എന്ന് പറയുന്നത് ആർക്കെ ബാക്ടീരിയ ആണ്. എന്തുകൊണ്ടാണ് ആർക്കെ ബാക്ടീരിയ എക്സ്ട്രീമോഫിൽസ് എന്ന് പറയുന്നത്? ആർക്കെ ബാക്ടീരിയ എക്സ്ട്രീമോഫിൽസ് എന്ന് പറയാൻ കാരണം, ആർക്കെ ബാക്ടീരിയ വളരെ ഹോട്ട് കണ്ടീഷനിൽ ജീവിക്കുന്നവരാണ്. വെരി സാൾട്ടി ആയിട്ടുള്ള, അതായത് വളരെ ഉപ്പുരസം കൂടിയ, ചൂട് കൂടിയ, ഉപ്പുരസം കൂടിയ, അമ്ലത്വം കൂടിയ ചതുപ്പായ പ്രദേശങ്ങളിൽ, ഹാർഷിയായിട്ടുള്ള അവസ്ഥയിൽ, ഒട്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ ജീവിക്കുന്ന അതികഠിനമായ സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇവരെ എക്സ്ട്രീമോഫിൽസ് എന്നുള്ള പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്. ആരെ വിളിക്കുന്നുണ്ട്? ഈ ആർക്കെ ബാക്ടീരിയയെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഇത്തരത്തിൽ ഈ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ആർക്കയിൽ, അല്ലെങ്കിൽ എക്സ്ട്രീമോഫിൽസിൽ രണ്ട് പേരുണ്ട്, ഹാലോഫൈൽസും തെർമോസ്ട്രോഫിൽസും ഉണ്ട്. അത് നമ്മൾ ആദ്യം ഹാലോഫിൽസിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ഹാലോഫിൽസ് എന്ന് പറയുന്നത് ആരാണ്? ഹാലോഫൈൽസ് എന്ന് പറയുന്നത് ആരാണ്? ഹാലോഫൈൽസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അല്ലെ. നമ്മൾ ബോട്ടണിക്കാരൊക്കെ ഹാലോഫൈറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാലോഫൈറ്റ്സ്, സീറോ ഫൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ വെരി ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ആണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് എ സീറോ ഫൈറ്റിക് അഡാപ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയും പ്ലാന്റ്സിന്റെ കാര്യത്തിൽ. അപ്പൊ ഹാലോഫൈറ്റ്സും ഉണ്ട് നമ്മുടെ സീയുടെ, ഓഷന്റെ ഒക്കെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആർക്കി ബാക്ടീരിയ ലിവിങ് ഇൻ എക്സ്ട്രീംലി സ്ട്രോങ് ബ്രെയിൻ സൊല്യൂഷൻസ് ഓർ സാൾട്ട് സൊല്യൂഷൻസ്, അതായത് സാൾട്ട് ലവിങ് ആയിട്ടുള്ള, ഉപ്പിനെ സ്നേഹിക്കുന്ന സാൾട്ട് ലവിങ് ബാക്ടീരിയകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾട്ട് ലവിങ് ബാക്ടീരിയ ഈസ് ആൾസോ നോൺ ആസ് ഹാലോഫൈൽസ്. ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്നവരെ അല്ലെ, എക്സ്ട്രീം ആയിട്ടുള്ള ഉപ്പ് വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല, ഉപ്പ് കണ്ടീഷനിൽ, ധാരാളമായിട്ട് ഉപ്പുള്ള അവസ്ഥയിൽ, ഉപ്പിന്റെ കാഠിന്യം കൂടിയ അവസ്ഥയിൽ അല്ലെ, ഉപ്പിന്റെ കാഠിന്യം കൂടിയ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. ഹാലോഫൈൽസ്. അപ്പം ഉപ്പിന്റെ അവസ്ഥയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചു യു ബാക്ടീരിയ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു അതിൽ അനൈറോബ്സ് ഉണ്ട്, എയറോബ്സ് ഉണ്ട്
അല്ലേ? ഒബ്ലിഗേറ്റ് എയറോബ്സ് ഉണ്ട്, ഫാക്കൾട്ടേറ്റീവ് ആയിട്ടുള്ള അനൈറോബ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. രണ്ടും ഉണ്ടെന്ന് പഠിച്ചു. അതായത് ഓക്സിജന്റെ സാന്നിധ്യത്തിലും ജീവിക്കുന്നവരും ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളുടെ ഒരുമിച്ച് ജീവിക്കുന്നവർ, ഓക്സിജൻ ഇല്ലെങ്കിലും ജീവിക്കും, ഉണ്ടെങ്കിലും ജീവിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ സോൾട്ട് ലവിങ് ആയിട്ടുള്ള ആർക്കെ ബാക്ടീരിയകൾ, എക്സ്ട്രീമോഫിൽസുകൾ, ഇവ എന്താണ്? അനൈറോബ്സുകളാണ്. ഓക്സിജൻ ആവശ്യമില്ല, ജീവിക്കുന്നതിന് ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ ആവശ്യമില്ലാത്തവരാണ് അല്ലെങ്കിൽ അനോറോബുകളാണ് ഈ ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംയുക്തത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇവ ഈ ഈ ഈ ഉപ്പ് സാഹചര്യത്തിൽ ജീവിക്കുന്ന ഈ ഹാലോഫൈൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള സംയുക്തമാണ് എന്തെന്ന് പറയുന്നത്. ആ സംയുക്തത്തിന്റെ പേരാണ് നിങ്ങൾക്കറിയാം. അതുണ്ടാക്കുന്ന മറ്റു തരം ബാക്ടീരിയ ഉണ്ട്, നമ്മൾ പഠിക്കും, പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കും. എന്താണ്ട് അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംയുക്തം, ഒരു വാതകമാണ് എന്ന് പറയുന്നത് CH4 എന്ന് പറയുന്നത്. CH4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്ടേ? മീഥേൻ, അല്ലേ? METHANE ആണ്. മീഥേൻ എന്നാണ്, മീഥേൻ. ഓക്കെ, മീഥേൻ ആണ്. ഓക്കെ, CH4. അപ്പൊ ഈ മീഥേനെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകളെ വേറെ പേരിൽ നമ്മൾ പഠിക്കും. ഇത് കഴിഞ്ഞിട്ട് എന്താണ് മെത്തനോജനിക് ബാക്ടീരിയ, അല്ലെ? മെത്തനോജൻസ് അതെവിടെ കാണപ്പെടുന്നു? ആരുടെ സ്റ്റൊമക്കിലാണ് അതുള്ളത്? ആരുടെ സ്റ്റൊമക്കിലാണുള്ളത്? റൂമിനന്റ് ആനിമൽസ്, അല്ലെ? ഇൻഡസ്ട്രിയൽ ട്രാക്ട്സ് ഓഫ്, അല്ലെ? റൂമിനന്റ് ആനിമൽസ്, അല്ലെ? അല്ലെങ്കിൽ സീവേജ് മാറ്റർ, അല്ലെ? നമ്മളെ മെത്തനോ ബ്രാബി ഫാക്ടർ സ്മിതി, മെത്തനോകോക്കസ്, മറ്റേ മാനിപ്പുലേഡീസ്, അതുപോലെ തന്നെ മെത്തനോ ബ്രാബി ബാക്ടർ, റൂമിനാൻഡിയം, അങ്ങനെയുള്ള കുറെ മെത്തനോജനിക് ബാക്ടീരിയകളുണ്ട്. ഓക്കെ, ആ മെത്തനോജനിക് ബാക്ടീരിയകൾ മീഥേൻ ഉൽപ്പാദിപ്പിക്കും. ആ മീഥേനാണ് നമ്മൾ ഗോബർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, പാചകം ചെയ്യാനായിട്ടൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഹാലോഫൈൽസ്, ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ഈ ഹാലോഫൈൽസും എന്തിനെ ഉണ്ടാക്കുന്നുണ്ട്? മീഥേനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രം വെയർ എന്ന് ചോദിച്ചു, എവിടെ നിന്നാണ് മീഥേൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ നിന്നാണ് ഇവിടെ മീഥേൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവ ഓക്സിജൻ ഇല്ലെങ്കിൽ പിന്നെ ഓക്സിജൻ ശ്വസിക്കാനായിട്ടോ ജീവിക്കാനായിട്ടോ ഓക്സിജൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്സിജൻ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? ഓക്സിജൻ അല്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം ഇവ ഈ മീഥേനെ ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഫോർമിക് ആസിഡിൽ നിന്നുമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഫോർമിക് ആസിഡ് ആരുടെ ശരീരത്തിലുണ്ടേ? ആരുടെ ശരീരത്തിലാണ് ഫോർമിക് ആസിഡ് കാണപ്പെടുന്നത്? ഉറുമ്പിന്റെ ശരീരത്തിൽ, അല്ലേ? ഉറുമ്പിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു ആസിഡാണ് ഫോർമിക് ആസിഡ് എന്നൊക്കെ നമ്മൾ സാധാരണ കോമൺ PSC നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ LP UPക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോർമിക് ആസിഡ്, ഓക്കെ, ഫോർമിക് ആസിഡ് ഇതാണ് ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ HCOH എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഫോമിക് എന്ന് വായിക്കത്തില്ല. HCOH എന്ന് പറയുമ്പോഴത്തേക്ക് 2H 1C 2O, മീഥേൻ, അതായത് മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡ് എന്നല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഫോമിക് ആസിഡ് എന്നല്ലെങ്കിൽ, ഫോമിക് ആസിഡ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റേ പേരാണ് മെഥനോയിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഓർ മെഥനോയിക് ആസിഡ് എന്നാണ് ഫോമിക് ആസിഡ് വിളിക്കുന്നത്. മെത്തനോയിക് ആസിഡ്, ഫോമിക് ആസിഡ് അഥവാ അപ്പം ഒരു പോയിന്റോടെ എഴുതി വെച്ചിരിക്കാനുള്ളത്, ഹാലോഫൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംയുക്തം, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാതകമാണ് മീഥെയിൻ. ഇത് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകാത്തവര് ആ താഴെ തരുന്ന ഓപ്ഷനിൽ കാണുന്നത് മെത്തനോജനിക് അല്ലെങ്കിൽ മെത്തനോജൻ എന്നായിരിക്കും. മെത്തനോജൻസ്, ഹാലോഫൈൽസ്, ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ പോകുന്നത്. മെത്തനോജൻസ്, ഹാലോഫൈൽസ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ മെത്തനോജൻസ് ആൻഡ് ഹാലോഫൈൽസ് ആയിരിക്കും. രണ്ടാമത്തത് മെത്തനോജൻസ് ആൻഡ് വേറെ ഏതെങ്കിലും ഒരെണ്ണം. മൂന്നാമത്തത് ഹാലോഫൈൽസ് ആൻഡ് വേറെ ഏതെങ്കിലും ഒരെണ്ണം. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. മെത്തനോജൻസ് നിങ്ങൾക്ക് അറിയാം, ഓക്കെ, മീഥേൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഓപ്ഷനിൽ മെത്തനോജൻസിന് ഉണ്ട്, രണ്ടാമത്തെ ഓപ്ഷനിലും മെത്തനോജൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആവും, ഈ ഹാലോഫൈൽസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മെത്തനോജൻസ് മീഥേനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാലോഫൈൽസ് എന്നറിയപ്പെടുന്ന ആർക്കി ബാക്ടീരിയയും ഇതിനെ എന്താണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മീഥേനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് ചോദിക്കാം, അപ്പൊ സാറേ ഇതാണോ, ഈ ഹാലോഫൈൽസ് ആണോ മെത്തനോജൻസ്? ചോദിച്ചൂടെ, ഈ ഹാലോഫൈൽസ് ആണോ മെത്തനോജൻസ്? അങ്ങനെയാണ് സൈക്കോളജിക്കലായിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്.
അല്ലെങ്കിൽ ഒരിക്കലും ഓപ്ഷനിൽ മെത്തനോജൻസ് എന്നും ഹാലോഫൈൽസ് ഒരുപോലെ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ ഈ മെത്തനോജൻസ് ആണോ ഹാലോഫൈൽസ്? അപ്പൊ ഹാലോഫൈൽസ് മീഥേൻ ഗ്യാസിനെ ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും ഫോർമിക് ആസിഡിൽ നിന്നുമാണ്. അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡിനെയോ അല്ലെങ്കിൽ ഫോർമിക് ആസിഡിനെയോ കാർബൺ ഡൈ ഓക്സൈഡിനെയോ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഈ ഹാലോഫൈലുകൾ മീഥേൻ ഗ്യാസിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം മീഥേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാലോഫൈൽസിനെ പൊതുവെ വിളിക്കുന്ന പേര് ഹാലോഫൈൽസിനെ പൊതുവെ അറിയപ്പെടുന്ന പേര് പൊതുവെ വിളിക്കുന്നത് എന്ത് വിളിക്കുന്നു? ഹാലോഫൈൽസിനെ ജനറലി വി കോൾഡ് എന്ത് വിളിക്കുന്നു? മെത്തനോജൻസ്. ഹാലോഫൈൽസിനെ തന്നെയാണ് മെത്തനോജൻസ് എന്ന് വിളിക്കുന്നത്. ഹാലോഫൈൽസിൽ വരുന്നവരാണ് മെത്തനോജനിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ. മെത്തനോജൻസ് അഥവാ മെത്തനോജനിക് ബാക്ടീരിയ. മെത്തനോജനിക് ബാക്ടീരിയ. അപ്പൊ ഇനി നിങ്ങൾക്ക് തെറ്റത്തില്ല. ഈ ഹാലോഫൈൽസ് തന്നെയാണ്, ഹാലോഫൈൽസിനെ പൊതുവെ അറിയപ്പെടുന്ന പേര് തന്നെയാണ് മെത്തനോജൻസ് അല്ലെങ്കിൽ മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത, കാരണം ഹാലോഫൈൽസ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുണ്ട്. ആ കോടിക്കണക്കിനുള്ള ഈ എക്സ്ട്രീമോഫിൽസിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ആരെന്ന് പറയുന്നത്? ഈ മെത്തനോജൻസ് എന്ന് പറയുന്നത്. കാരണം അവ മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മീഥൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മെത്തനോജൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ അല്ലെങ്കിൽ മീഥൈൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും ഫോർമിക് ആസിഡിൽ നിന്നും അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡിൽ നിന്ന് മീഥൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മെത്തനോജനിക് ബാക്ടീരിയകള്, മെത്തനോജൻസ് സാധാരണയായിട്ട് നമ്മുടെ റൂമിനന്റ് ആനിമൽസിന്റെയൊക്കെ, പശുവിന്റെയും ആടിന്റെയും ഒക്കെ, പ്രധാനമായിട്ട് പശു, ആട്, പോത്ത് അങ്ങനെയൊക്കെയുള്ള റൂമിനന്റ് ആയിട്ടുള്ള അനിമൽസ് അല്ലേ. റൂമിനന്റ് അനിമൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂമിനന്റ് അനിമൽ അയവെട്ടുന്ന അനിമൽസ്, റീഗർജിറ്റേറ്റിംഗ് ചെയ്യുന്ന അയവെട്ടുന്ന ജീവികളാണ് റൂമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ വയറിൽ 4 അറകൾ ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ സ്റ്റൊമക്കിൽ 4 അറകൾ ഉണ്ടായിരിക്കും. അവരുടെ വയറിൽ 4 അറകൾ. എന്താണ്? റൂമൻ റെട്ടിക്കുലം, ഒമാസം, അബ്ഒമാസം അല്ലെ. റൂമൻ റെട്ടിക്കുലം. നിങ്ങൾക്ക് ബോർഡ് ഉണ്ടോ? ബോർഡ് കാണാനല്ലേ? ബോർഡല്ലേ? ഒമാസം, അബ്ഒമാസം. ബോർഡ് ഉണ്ടോ അവിടെ? ഉണ്ട് സാർ. ഉണ്ട്. ഓക്കെ. അപ്പം റൂമിനന്റ് അനിമല്, അയവെട്ടുന്ന മൃഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള 4 അറകൾ വയറിനുണ്ട്. റൂമനും റെട്ടിക്കുലവും ഒമാസവും അബ്ഒമാസവും കാണപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റൂമിനന്റ് ആയിട്ടുള്ള അയവെട്ടുന്ന ജീവികളുടെ വയറിനുള്ളിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ അയവെട്ടുന്ന ജീവികളുടെ സ്റ്റൊമക്കിൽ, അവരുടെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലാണ് പ്രധാനമായിട്ടും, അതായത് നമ്മുടെ ചെറുകുടല്, വൻകുടല് എന്നൊക്കെ പറയുന്ന ആ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, അതായത് ആ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഭാഗത്ത്, അവിടെയാണ് സാധാരണയായിട്ട് ഈ മെത്തനോജനിക് എന്നറിയപ്പെടുന്ന ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഹാലോഫൈൽസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെത്തനോജൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ്, ഉൽപാദകരാണ് അല്ലെ. ഈ മെത്തനോജൻസ് എന്ന് പറയുന്ന ഒരു ഉൽപാദകരാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? മെത്തനോജനിക് ബാക്ടീരിയ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? മെത്തനോജൻസ് എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? മീഥൈൻ. മെത്തനോജൻസിന്റെ അർത്ഥം തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്നാണ്. അപ്പൊ അവ മീഥൈൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു പ്രൊഡ്യൂസേഴ്സ് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ബയോഗ്യാസ് ഉണ്ടാക്കുന്നവരിൽ, അല്ലെങ്കിൽ ബയോഗ്യാസ് പ്രിപ്പറേഷൻ നടക്കുമ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ നമ്മളെ ചാണകമൊക്കെ കൗടങ്ങ് നമ്മൾ വളരെ മൂടി കോൺക്രീറ്റ് കൊണ്ട് അറകൾ ഉണ്ടാക്കി അതിനകത്താണ് കൗടങ്ങ് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് എയറൊന്നും വേണ്ട. അപ്പൊ ആ എയറില്ലാത്ത സമയത്ത് അവിടെ ജീവിക്കുന്ന ബാക്ടീരിയകൾ, ദാറ്റ് ഈസ് മെത്തനോജൻസ്. ഓക്കെ, ഇനി അപ്പം പ്രധാനമായിട്ടും പശുവിന്റെ വയറിൽ മാത്രമേ, പശുവിന്റെ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ മാത്രമാണോ മെത്തനോജൻസ് ഉള്ളതെന്ന് വെച്ചാൽ അല്ല. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇവര് ജീവിക്കുന്നത് നമ്മൾ മുകളിൽ കണ്ടു. ഹോട്ട് സ്പ്രിങ്സിൽ താമസിക്കുന്നുണ്ട്, വെരി സാൾട്ടി ആയിട്ടുള്ള കണ്ടീഷൻ താമസിക്കുന്നുണ്ട്, അമ്ലത്വം കൂടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്, ചതുപ്പ് പ്രദേശങ്ങളിൽ, മാർഷി പ്ലേസസിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ഇവിടെ ഓർത്തിരിക്കാനുള്ളത്, ഈ ബാക്ടീരിയകൾ
ഏത് ബാക്ടീരിയകൾ? ഈ മെത്തനോജൻസ്, മെത്തനോജനിക് ആയിട്ടുള്ള ഹാലോഫൈലുകൾ, മെത്തനോജനിക് ആയിട്ടുള്ള എന്താ പറയാ ഹാലോഫൈൽസുകൾ അല്ലെങ്കിൽ മെത്തനോജൻസ് പശുവിന്റെ അയവെട്ടുന്ന മൃഗങ്ങളുടെ വയറിൽ മാത്രമല്ല, ഇനി അയവെട്ടുന്ന മൃഗങ്ങളുടെ റൂമനന്റ് ആയിട്ടുള്ള അനിമൽസിന്റെ വയറ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 4 അറകളുണ്ട്. റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അപമാസം. ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്നതാണ്, ഡൈജഷൻ നമ്മളത് പഠിക്കുന്നതാണ് അല്ലേ. കാരണം നമ്മുടെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജെ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലേ, ഇങ്ങനെ ജെ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ വയറെന്ന് പറയുന്നത്. ഇത്രയുള്ള നമ്മുടെ വയറെന്ന് പറയുന്നത് ഒറ്റ അറയാണ്. പക്ഷെ പശുക്കളുടെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു അറ വരും, പിന്നെ ഒരെണ്ണം ഉണ്ടാവും, പിന്നെ ഒരെണ്ണം വരും, പിന്നെ അടുത്ത ഒരെണ്ണം വരും, നെക്സ്റ്റ് ഒരെണ്ണം വരും. ഇങ്ങനെയാണ് ഇരിക്കുന്നത് പശുവിന്റെ വയറെന്ന് പറയുന്നത്. 1, 2, 3, 4 ഇങ്ങനെ 4 അറകൾ ഉണ്ടായിരിക്കും. ഓക്കെ, 4 അറകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ 4 അറകളിൽ റൂമൻ. ഓക്കെ, ഈ റൂമൻ എന്ന് പറയുന്ന അറയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ മെത്തനോജൻ കാണപ്പെടുന്നത്. അത് എടുത്തു ചോദിക്കുകയാണെങ്കിൽ മെത്തനോജൻസ് അല്ലെങ്കിൽ മെത്തനോജനിക് ബാക്ടീരിയ അയവെട്ടുന്ന മൃഗങ്ങളുടെ വയറിൽ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, വയറിൽ സ്റ്റൊമക്കിൽ ആമാശയത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ശരി. പശുക്കളുടെ കന്നുകാലികളുടെ അയവെട്ടുന്ന മൃഗങ്ങളുടെ ആമാശയത്തിൽ കാണപ്പെടുന്ന മെത്തനോജൻ ഹാലോഫൈൽസ് ആണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. കഴിഞ്ഞു. പക്ഷെ അതിനെ കുറച്ചുകൂടി ഉള്ളിലോട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, ഈ മെത്തനോജൻസ് ബാക്ടീരിയ, ഈ മെത്തനോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ, മെത്തനോജൻസ് കന്നുകാലികളുടെ ആമാശയത്തിന്റെ ഏത് ഭാഗത്താണ്, എവിടെയാണ് കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് റൂമനാണ് കേട്ടോ. റൂമൻ, അതായത് റെട്ടിക്കുലത്തിലും അല്ല, ഒമാസത്തിലും അല്ല, അപമാസത്തിലും അല്ല. എവിടെയാണ്? റൂമനിലാണ് കാണപ്പെടുന്നത്. റൂമൻ എന്ന് പറയുന്ന ഭാഗത്താണ് ആര് കാണപ്പെടുന്നത്? റൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അടയാളപ്പെടുത്തി തെറ്റിപ്പോയി. റൂമൻ എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റൊമക് ആണ് റൂമൻ. സെക്കൻഡ് റെട്ടിക്കുലം, തേർഡ് ഒമാസം, ഫോർത്ത് അപമാസം, ഇങ്ങനെ വരും. ഓക്കെ, അപ്പം റൂമൻ എന്ന് പറയുന്നത് പശുവിന്റെ ആദ്യ വയറ്, ആമാശയത്തിന്റെ ആദ്യ ഭാഗം, അല്ലെങ്കിൽ പശുവിന്റെ കാറ്റിലിന്റെ കന്നുകാലികളുടെ ആദ്യ വയറാണ് ഈ റൂമൻ എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്ത് വേണം? ഈ സാധാരണ പശുക്കളൊക്കെ കഴിക്കുന്നത് എന്താണ്? പശുക്കളൊക്കെ എന്താ കഴിക്കുന്നത്? സ്വാഭാവികമായിട്ടും പുല്ലാണല്ലോ കഴിക്കുന്നത്. പുല്ലിൽ എന്താണുള്ളത്? സസ്യത്തില് ഏറ്റവും കട്ടികൂടിയ ഭാഗം എന്താണ്? ഏതാണ്ട് അതിന്റെ കോശഭിത്തി. ആ കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചപ്പെട്ടിരിക്കുന്നത്? സെല്ലുലോസ് അല്ലേ. സെല്ലുലോസ് നമുക്കതില്ല, സെല്ലുലോസ്. അപ്പൊ ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് എൻസൈം വേണം? സെല്ലുലേസ്. നമുക്ക് മനുഷ്യന്റെ കാര്യത്തിൽ സെല്ലുലോസിനെ ദഹിപ്പിക്കാനുള്ള സെല്ലുലേസ് എൻസൈം ഉൽപ്പാദിക്കാനുള്ള കഴിവ് നമ്മുടെ സ്റ്റൊമക്കിനില്ല. നമുക്ക് പെക്റ്റിനും റെനിനും അങ്ങനെയൊക്കെ പോകുന്ന എൻസൈംസിനെ അല്ലെങ്കിൽ പ്രോട്ടീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലിപ്പേസും പ്രോട്ടീസും മാൾട്ടേസും ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവേ നമ്മുടെ വയറിനുള്ളൂ. പക്ഷെ പശുക്കളുടെ വയറിന് സെല്ലുലേസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും, ഒരു 10 മിനിറ്റിനുള്ളിൽ തട്ടിപ്പോവും. ഓക്കെ, പിന്നെ ചീര അങ്ങനെയുള്ള ഇലകൾ വർഗ്ഗങ്ങളുണ്ടല്ലോ, നമ്മൾ തോരൻ വെച്ചും അല്ലാതെ കഴിക്കുന്നുണ്ട്. കാരണം അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് അത് നമുക്ക് കുറച്ച് ദഹിക്കുന്നത്, കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സെറ്റപ്പ് നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, അല്ലാതെ പശു കഴിക്കുന്നത് പോലെ കച്ചിയും മറ്റൊക്കെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ ചത്തുപോകും. ഓക്കെ, പോട്ടെ. അപ്പം നമ്മൾ എന്താ പറഞ്ഞോണ്ട് വന്നേ? റൂമൻസ്. അപ്പം റൂമനിലാണ് അല്ലെ, ആദ്യത്തെ വയറിന്റെ ആദ്യ ഭാഗമായ റൂമനിലാണ് ഈ മെത്തനോജൻസ് കാണപ്പെടുന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, കാരണം അവിടെ ഈ സെല്ലോസിനെ ദഹിപ്പിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഈ ബാക്ടീരിയങ്ങൾ, ഈ മെത്തനോജൻസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന സെല്ലോസിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ ഇവർ കൊടുക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, 1-2 എക്സാമ്പിൾസ് വേണമെങ്കിൽ ഇത് ഞാൻ നിങ്ങൾ പഠിപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് പശുവിന്റെ വയറിൽ മാത്രമല്ല, പിന്നെ എവിടെയും കാണപ്പെടും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നേന്ന് തോന്നുന്നത്. അതായത് ചതുപ്പ് നിലങ്ങളിലും കാണപ്പെടും ഈ മെത്തനോജൻസ് കേട്ടോ. ചതുപ്പ് നിലങ്ങളിലും മെത്തനോജൻസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീവേജ് വാട്ടർ, അതായത് നമ്മുടെ സീവേജ് ഇതില്ലേ, ഓടകൾ, അഴുക്കുചാലുകളില്ലേ, ഈ അഴുക്കുചാലുകളിലൊക്കെ, അതായത് നമ്മുടെ വീട്ടിന്റെ മാലിന്യങ്ങളും നമ്മുടെ ടോയ്ലറ്റ് മാലിന്യങ്ങളും എല്ലാം കൂടെ ഒഴുകി പോകുന്ന സീവേജ് ഉണ്ടല്ലോ, അതിലൊക്കെ ഈ ബ്രേവി ബാക്ടീരിയ, കാരണം അവിടെയൊന്നും എയർ നേരെ എത്തത്തില്ലല്ലോ, അവിടെയൊക്കെ ഈ സാധനങ്ങൾ, ഈ മെത്തനോജനിക് ബാക്ടീരിയ കാണപ്പെടും. നിങ്ങൾക്കറിയാം, ഈ നമ്മൾ ഓടയൊക്കെ തുറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ നമ്മുടെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് ഒരാൾ മരിക്കുകയും ചെയ്തു അല്ലേ. ഈ ഓടയും
ഈ മാൻ ഹോളൊക്കെ തുറക്കുന്ന സമയത്ത് അതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാർ ശ്വാസം മുട്ടി മരിക്കും എന്നൊക്കെ പറഞ്ഞ് മരിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ടോയ്ലറ്റിന്റെ കുഴിയൊക്കെ വൃത്തിയാക്കാൻ വരുന്നവരൊക്കെ. കാരണം അതിന്റെ അകത്ത് ഈ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ധാരാളം ഈ മെത്തനോജൻസ് ഉണ്ടായിരിക്കും. മെത്തനോജൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എന്തുണ്ടാക്കും? മെത്തനോജൻസ് എന്തുണ്ടാക്കും? മീഥേൻ ഉണ്ടാക്കും. പെട്ടെന്ന് നമുക്ക് ഇതിന്റെ മൂടി തുറക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മീഥേൻ പുറത്തേക്ക് ചാടും. അത് ശ്വസിച്ചിട്ടാണ് ഡെത്തായി പോകുന്നത്. അത് സംഭവിക്കും. ഓക്കെ ഓക്കെ വേണമെങ്കിൽ ഈ എക്സാമ്പിൾസും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മെഥനോ ബ്രാവി ബാക്ടർ. മെഥനോ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ബ്രാവി ബാക്ടർ, മെത്തനോ ബ്രാവി ബാക്ടർ സ്മൃതിയല്ല സ്മിതി. ഇതൊരു മെത്തനോജൻസ് ആണ്. സ്മിതി എന്ന ചിലപ്പോൾ വെറുതെ സ്മിതി എന്നേ ചോദിക്കുന്നില്ല. സ്മിതി എന്ന് പറയുന്നത് ഒരു ബ്രാവി ബാക്ടർ ആണ്. സ്മിതി എന്നേ മാത്രമേ ചിലപ്പോൾ ഓപ്ഷനിൽ കാണുള്ളൂ ചോദിക്കണമെങ്കിൽ. ഓക്കെ അതുപോലെ തന്നെ മെത്തനോ കോക്കസ്. ഇത് ബാക്ടർ ആണ്. അടുത്തത് മെത്തനോ കോക്കസ് ഉണ്ട്. മെത്തനോ കോക്കസ് ഇത്രയും ചോദിക്കുന്ന പകരം അതിന്റെ രണ്ടാമത്തെ പേര് വയ്ക്കും മാരി പാൽഡിസ് എന്ന് പറയുന്നത്. മാരി MARI മാരി പാൽഡിസ് മാരി പാൽഡിസ് എന്ന് പറഞ്ഞു. അപ്പൊ സ്മിതി പെണ്ണുങ്ങളുടെ പേരുകളാ. സ്മിതി മാരി പാൽഡിസ് സ്മിതി SMITHI മലയാളീകരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. സ്മിതി കേട്ടോ. സ്മിതി മെഥനോ ബ്രാബി ഫാക്ടർ സ്മിതി, മെഥനോ കോക്കസ്, മാരി പാൽഡിസ്, അതുപോലെ തന്നെ മെഥനോ ബ്രാബി ബാക്ടർ മെഥനോ ബ്രാബി ബാക്ടർ മറ്റേ റൂമിനുമായിട്ട് ബന്ധപ്പെട്ട് റൂമിനാറ്റിയം. ഇത് നമ്മൾ PGക്ക് പഠിച്ച സാധനമാണിത്. കാരണം ഇത് ഈ പേരായിട്ട് മറക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ കിട്ടും. റൂമിനാറ്റിയം ഓക്കെ റൂമിനാറ്റിയം. അപ്പം ഇവരൊക്കെയാണ്. അതായത് അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും. സ്മിതി, മാരി പാൽഡിസ്, റൂമിനാറ്റിയം ഇവരൊക്കെ ഏത് തരം ബാക്ടീരിയക്ക് ഉദാഹരണമാണ്? ഏതുതരം ബാക്ടീരിയയാണ്? ഇവ ആർക്കിയാണ്. ആർക്കി ബാക്ടീരിയ എന്ന് പറയാം, ഹാലോഫൈൽസ് എന്ന് പറയാം, മെത്തനോജൻസ് എന്ന് പറയാം, മെത്തനോജൻ എന്ന് പറയാം. ഇല്ലയോടെ ഇല്ലേ? 4 പേരുകളിൽ വിളിച്ചൂടെ? സ്വാഭാവികമായിട്ട് ഇവ ആർക്കി ബാക്ടീരിയ ആണ്. അല്ലേ? ഈ ആർക്കി ബാക്ടീരിയയിൽ ഹാലോഫൈൽസിലാണ് അവർ വരുന്നത്. അപ്പൊ ഹാലോഫൈൽസിലെ ഒരു ഗ്രൂപ്പായ മെത്തനോജനുകളാണ് അല്ലേ? അല്ലെങ്കിൽ മെത്തനോജനിക് ആണ്. അങ്ങനെ പല പേരുകളിലും ഇവരെ നമുക്ക് വിളിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ ആണോ? ഓക്കേനോടെ ഇനി പറയണോ? വേണ്ടല്ലോ. ഇനി ഇതിനെ കുറിച്ച് പറയണോ? വേണ്ടല്ലോ. ഇത്രയും മതി. പോരടെ? ഓക്കെ അടുത്തത് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് തെർമോ അസിഡോഫിൽസ് ആണ്. തെർമോ അസിഡോഫൈൽസ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കുറിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ? കുറിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നോട്ട് വരുമ്പോഴത്തേക്ക് നോട്ടിൽ ആർക്കെ ബാക്ടീരിയ, പ്രിമിറ്റീവ്, ഓൾഡസ്റ്റ് ഫോംസ്, എന്താണ് കഠിനമായ സാഹചര്യത്തിൽ, ഹോട്ട് സ്പ്രിംഗിൽ, വെരി സാൾട്ടിയിൽ, ആസിഡിക് എൻവയോൺമെന്റിൽ, ഹാർഷി എൻവയോൺമെന്റിൽ, എക്സിമോഫിൽസ്, പിന്നെ അടുത്തൊരു ഹെഡിങ് ഇട്ട് ഇൻക്ലൂഡിങ് മെത്തനോജൻസ്, അനിമൽ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, മീൻസ് അതിന്റെ എക്സാമ്പിൾസ്, ഇങ്ങനെ കാണത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന ഷോർട്ട് നോട്ട്സും കൂടി കയ്യിൽ വേണം. അപ്പോഴാണ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. എഴുതാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ അപ്പൊ തെർമോ അസിഡോഫിൽസ് അല്ലെങ്കിൽ തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ എന്നും വിളിക്കും. തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ രണ്ടും ഒന്ന് തന്നെയാണ്. തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ എന്നോ തെർമോ ആസിഡിക് ബാക്ടീരിയ എന്നോ അസിഡോഫൈൽസ് എന്നോ ഇവരെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവരും കാണപ്പെടുന്നത് കാരണം തെർമോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? തെർമോ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യണം? തെർമോ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാണ്? ടെമ്പറേച്ചർ, ചൂട് അല്ലെ? ചൂടുമായിട്ട് ബന്ധപ്പെട്ടതാണ് തെർമോ എന്ന് പറയുന്നത്. തെർമോസ്റ്റർ. അപ്പം ഹോട്ട് സ്പ്രിങ്സിലാണ് പ്രധാനമായിട്ട് ഇവർ കാണപ്പെടുന്നത്. ഹോട്ട് സ്പ്രിങ്സിലാണ് ഇവർ കാണപ്പെടുന്നത്. ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ഈ തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ. ഓക്കെ അതായത് ഹോട്ട് സ്പ്രിങ്സ് എന്ന് വെച്ചാൽ അതായത് കുറച്ചുകൂടി ഉള്ളിലോട്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വെറുതെ ഹോട്ട് സ്പ്രിങ്സ് എന്ന് ചോദിക്കത്തില്ല. ഹോട്ട് സൾഫർ സ്പ്രിങ്സ്
ഹോട്ട് സൾഫർ സ്പ്രിങ്സിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നവരാണ് തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം അബൌട്ട് 80 ഡിഗ്രി സെന്റിഗ്രേഡിൽ വരെ ജീവിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ അടങ്ങിയ ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് എബോവ് 80 ഡിഗ്രിക്ക് മുകളിൽ നമ്മൾ വേവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രകാരന്മാർ ഓരോ ഫുഡിനെ ഇത്രയും ടെമ്പറേച്ചറിന് മുകളിൽ വേവിച്ച് കഴിക്കണമെന്ന് പറയുന്നത്. അപ്പം 80 ഡിഗ്രി വരെ ചാകത്തില്ല ഈ തെർമോസ്ഫിരിക് ബാക്ടീരിയകൾ. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിക് ആണല്ലോ. ടോക്സിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തെർമോ അസിഡോഫിൽസ് ഹാവ് കപ്പാസിറ്റി ടു ഓക്സിഡൈസ്. എന്ത് ചെയ്യുന്നു? ഈ സൾഫറിനെ ഓക്സിഡൈസ് ചെയ്ത് എന്താക്കാൻ പറ്റും? അതായത് ഒരു അനൈറോബിക് കണ്ടീഷനിൽ, കാരണം അനൈറോബ്സുകളാണല്ലോ അല്ലേ, അനൈറോബ്സുകളാണല്ലോ ആർക്കിയ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എയറിന്റെ ആവശ്യമില്ല. അപ്പൊ എയറിന്റെ ആബ്സെൻസ് ഓഫ് എയർ അല്ലേ, എയറിന്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും? സൾഫറിനെ എന്ത് ചെയ്യും? അവര് സൾഫറിനെ ഓക്സിഡൈസ് ചെയ്യും. സൾഫറിനെ ഓക്സിഡൈസ് ചെയ്ത്, അല്ലെങ്കിൽ സൾഫറിൽ ഓക്സിഡേഷൻ ചെയ്തിട്ട്, ഓക്സിഡേഷൻ നടത്തിയിട്ട് എന്തുണ്ടാക്കും? സൾഫറിന്റെ ഓക്സിജനോടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ H2SO ഓക്സിഡൈസ് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? സൾഫറിനെ വെറുതെ ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ട് മാറും? എന്തായിട്ട് മാറ്റും? H2SO4 എന്തുവാ? H2SO4 എന്താ? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് അല്ലേ. ഇങ്ങനെയുള്ള ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ അല്ലെ? അന്തരീക്ഷത്തിലുള്ള സൾഫർ അല്ലെ, മഴ പെയ്യുമ്പോഴത്തേക്ക് വാട്ടറുമായിട്ട് അല്ലെ, സൾഫർ H2 ആയിട്ട് കൂടി ചേർന്നിട്ടാണ് എന്തോന്ന് H2SO4 ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെയും ചെയ്യും. സൾഫറിനെ ഓക്സിഡൈസ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കും കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ ഈ തെർമോ അസിഡോഫിൽസ് ഉണ്ട്. ഓക്കെ. അപ്പം സോറി, ആബ്സെൻസ് ഓഫ് എയർ അല്ല, പ്രസൻസ് ഓഫ് എയർ. ഞാൻ ഇത് തെറ്റിപ്പോയാണ്. ഓക്സിജൻ കൂട്ടുന്നതല്ലേ. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ, മലയാളത്തിൽ എഴുതി, ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടാണ് തെറ്റിപ്പോയത്. മലയാളത്തിൽ എഴുതി ഓക്സിജന്റെ സാന്നിധ്യത്തിൽ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ സൾഫറിനെ ഓക്സിഡൈസ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ തെർമോ അസിഡോഫൈൽസിനുണ്ട്. ഈ ഫാക്കൽറ്റേറ്റീവ് ആയിട്ടുള്ള ഫോം ആണെങ്കിൽ, അല്ലെങ്കിൽ ആബ്സെൻസിലാണെങ്കിൽ തിരിച്ച് സംഭവിക്കും. ഈ സൾഫറിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റും കേട്ടോ. ഈ ഓക്സിജന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ ഓക്സിഡേഷനിൽ നടക്കുന്ന അവിടെ റിഡക്ഷൻ പ്രോസസ് നടക്കും. സൾഫറിനെ എന്ത് ചെയ്യും? സൾഫറിനെ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കും. എല്ലാം ടോക്സിക് ആണല്ലോ. സൾഫ്യൂരിക് ആസിഡും ടോക്സിക് ആണ്, ഹൈഡ്രജൻ സൾഫൈഡും ടോക്സിക് ആണ്. ഓക്കെ. അപ്പൊ നോക്കിക്കൊള്ളണം. അതായത് 80 ഡിഗ്രി വരെയുള്ള ചൂടിൽ ജീവിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന മാരകമായിട്ടുള്ള, അതായത് ആസിഡുകളുടെ രാജ്ഞിയാണോ രാജാവാണോ? സൾഫ്യൂരിക് ആസിഡ് രാജാവ് അല്ലേ. അപ്പൊ ആസിഡുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഹൈഡ്രജൻ സൾഫൈഡിനെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നേരത്തെ നമ്മൾ വിളിച്ചു ഉപ്പിനെ സ്നേഹിക്കുന്ന ബാക്ടീരിയ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചൂടെ? ഉപ്പിനെ സ്നേഹിക്കുന്ന ബാക്ടീരിയ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? സാൾട്ട് ലവിങ് എന്ന് വിളിച്ചു അല്ലേ. ഇവിടെ ഉപ്പിനെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്? ടെമ്പറേച്ചറിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. ടെമ്പറേച്ചറിനെ സ്നേഹിക്കുന്നുണ്ട്, പ്ലസ് ആസിഡിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് വിളിക്കാം ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് ലവിങ് ആർക്കെ ബാക്ടീരിയ. ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് ലവിങ് ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത് ആരാണ്? അത് തെർമോ അസിഡോഫൈൽസ് ആണ്, അല്ലെങ്കിൽ തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ ആണ്. രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ട്. ടെമ്പറേച്ചറിനെ സ്നേഹിക്കുന്നുണ്ട്, ആസിഡിനെ സ്നേഹിക്കുന്നുണ്ട്. മറ്റേയാളാണെങ്കിൽ ഉപ്പിനെ സ്നേഹിക്കുന്നു, സോൾട്ട് ലവിങ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് ലവിങ് ആണ്, ടെമ്പറേച്ചറിനെ ആസിഡിനെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ ഇവയ്ക്ക് ജീവിക്കാനായിട്ട്
ഇവയ്ക്ക് ജീവിക്കാൻ വളരെ ലോ പി എച്ച് മതിയാവും കേട്ടോ. വളരെ കുറഞ്ഞ പി എച്ചിൽ വളരെ താഴ്ന്ന പി എച്ചിൽ ജീവിക്കാൻ കഴിയും. ഓക്കെ, വളരെ താഴ്ന്ന പി എച്ചിൽ ജീവിക്കാൻ കഴിയുന്ന ഒരാളും കൂടിയാണ് ഈ തെർമോസ്ട്രോഫിൽസ്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചോ. അതിന്റെ സ്പീഷ്യസ് നെയിം മാത്രമേ ചിലപ്പോൾ തരത്തുള്ളൂ പരീക്ഷയ്ക്ക്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്മിതി എന്നും അതുപോലെ തന്നെ മാരി പാൽഡീസ് എന്നും റൂമിനാൻഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരെ തരത്തുള്ളൂ. അപ്പൊ ഓർത്തോളണം, റുമാനൻഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂമനിൽ കാണപ്പെടുന്നതാണ് റുമാൻഡി എന്നുള്ള പേരിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് മെത്തനോജൻസ് ആണ്, അത് ആർക്കിയാണ് എന്നൊക്കെ ഓർമ്മ വേണം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഓർത്ത് കഴിഞ്ഞാൽ തെർമോപ്ലാസ്മ പിക്രോഫിലസ് കേട്ടോ. തെർമോപ്ലാസ്മ പ്രിക്കോഫിലസ്, സോറി പിക്രോഫിലസ് PICRO പിക്രോഫിലസ് PHILUS. ഓക്കെ, തെർമോപ്ലാസ്മ പിക്രോഫിലസ് എന്നും വിളിക്കും ഇവരെ. ആരെ വിളിക്കും? നമ്മുടെ ആരെ വിളിക്കും? എനിക്ക് നിങ്ങളെ ഫസ്റ്റ് വഴക്കുണ്ടാക്കിയിട്ട് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് മൈൻഡാ. അത് പെട്ടെന്ന് തേട്ട് കയറി വരും. ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ, നിങ്ങൾക്ക് വിഷമായി പോയോ, പ്രശ്നമായോ എന്നൊക്കെയുള്ള ഇഷ്യൂസ് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് മറന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ പഠിച്ചാൽ ഉപയോഗമുള്ളൂ ഇല്ലയോ? നമുക്ക് ജോലി വേണ്ടേ? ജോലി കിട്ടണ്ടേ? ഒന്നാറാങ്കി വരണ്ടേ? ഈ ഒന്നാറാങ്കി വരേണ്ടതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പിളവിള പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്നേ തീർക്കായിരുന്നു ഇതൊക്കെ തീർക്കാനായിട്ട് 2 മണിക്കൂർ വേണ്ട, മൊത്തം തീർക്കാനായിട്ട് 5 കിങ്ഡം മൊത്തം പഠിപ്പിച്ച് തീർക്കാൻ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളും പഠിപ്പിക്കുന്നവരാണല്ലോ അല്ലേ? അല്ലയോടെ? ആണോ? ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ ഒന്നാറാങ്കിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് അത്രയും പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഓക്കെ. അപ്പം തെർമോസ്ട്രോഫിൽസ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ആരെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിങ്ഡം മൊണീറയെ പറ്റി പഠിക്കുമ്പോൾ എക്സ്ട്രാ അല്ല, നമ്മൾ മറ്റു സെൽ ബയോളജിയിലും മൈക്രോ ബയോളജിയിലും വിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ അവിടെ വരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസ്, ബാക്ടീരിയ, പ്ലാന്റ് ഡിസീസ്, അനിമൽ ഡിസീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് സെപ്പറേറ്റ് പഠിക്കുക. ചിലപ്പോൾ ഒരു ഡിസീസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ